ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഗൂഢാലോചന കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസിയാണ് നടക്കുന്നത്. അത് തീർച്ചയായും നമ്മുടെ ജനാധിപത്യത്തിനെ തകർത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും harming the credibility of the election commission. As long as those doubts are removed, then the election commission's credibility can be regained. So the election commission's own interest lies in addressing these questions. തരൂർ വളരെ ലളിതമായ ഭാഷയിൽ പറയലാണ്. ഇത്തരത്തിൽ ഗുരുതരമായ സംശയങ്ങളുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയനിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞ് ആ വിശ്വാസത്തെ വീണ്ടെടുക്കണം എന്ന് പറയുകയാണ്. കാര്യം ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഇലക്ഷൻ കമ്മീഷനെതിരെ തെരുവിലൊരു പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിൽ നിറഞ്ഞ ചരിത്രം ഉണ്ടാവില്ല. ഇലക്ഷൻ കമ്മീഷന്റെ അതിന്റെ രൂപീകരണ കാലം മുതൽ ഇക്കാലം വരെ ഇത്രയും നഗ്നമായ രൂക്ഷമായ ആരോപണം ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ 7-ാം തീയതി ഉണ്ടായിട്ട് ഈ സമയം അത്രയും കൃത്യമായ മറുപടിയില്ലായ്മ ഇസിക്ക് ഈ രാഷ്ട്രത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അപ്പോൾ അതിന് മറുപടി വേണമെന്ന് പറയുന്നു. തരൂർ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഫ്രീ ആൻഡ് ഫെയർ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന പാർലമെന്റുകളെ വിളിക്കുന്നത് അത്രത്തോളം പവിത്രമാണ് ആ പ്രക്രിയ എന്നുള്ളത് കൊണ്ടാണ്. ആ പവിത്രത ഇല്ലാതാവുന്നു എന്ന ആരോപണം ഉണ്ടെങ്കിൽ പവിത്രം തന്നെയാണ് എന്ന് രാജ്യത്തോട് ഉറച്ചു മറുപടി പറയേണ്ടത് ഈസിയാണ്. അതിന് മറുപടി വേണം എന്നാവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ആന്റോ ആന്റണി എം പി വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് വോട്ട് തട്ടിപ്പിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയെ പ്രതിനിധീകരിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ പ്രതികരിക്കുന്ന എം പിമാരാണ് ഈ സമരരംഗത്ത് നിൽക്കുന്നത്. വോട്ട് കള്ളന്മാരെ പടിയിറക്കുന്നതും വരെ, ഈ തെരഞ്ഞെടുപ്പിലെ സത്യസന്ധമായ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും വരെ ഈ സമരരംഗത്ത് ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന മാതിരി ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. പക്ഷേ യാതൊരു തരത്തിലും ഒരു മാന്യമായ മറുപടി പോലും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മുഴുവൻ എംപിമാരും ഒറ്റക്കെട്ടായി പ്രതിപക്ഷ എംപിമാർ ഈ തരത്തിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്? ഇപ്പൊ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാവണം. കർണാടകയിൽ ഉണ്ടായതായ ഇലക്ഷൻ തട്ടിപ്പിനെ സംബന്ധിച്ച് അവിടെ ഒരു മറുപടി പോലും ഇലക്ഷൻ കമ്മീഷൻ നൽകാൻ തയ്യാറായിട്ടില്ല. അവിടെ മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 25ഓളം സീറ്റുകളിൽ ഈ തരത്തിലുള്ള തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഈ തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ച് ജനാധിപത്യത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഈ തരത്തിൽ BJPക്ക് അവസാന പാടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അധികാരത്തിൽ തുടരാതെ അവർ രാജിവെക്കുകയാണ് വേണ്ടത്. മിസ്ലീഡിംഗ് എന്ന ഒറ്റ വാക്കാണ് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ തെളിവുകൾ അന്വേഷിക്കാൻ പോലും തയ്യാറാണ്. മിസ്ലീഡിംഗ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷമോ അല്ല. ഇലക്ഷൻ കമ്മീഷനാണ് മിസ്ലീഡ് ചെയ്യുന്നത്. ഇപ്പോഴും BJPക്ക് അനുകൂലമായി അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കൂടെ നിന്നിട്ട് ഈ വിധത്തിൽ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയുമായി തെളിവുകൾ കണ്ടിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.